പ്രഖ്യാപനം ഉണ്ടായാൽ അതിന് തൊട്ടു പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കും UDF. ഘടകകക്ഷികളുമായുള്ള ചർച്ചയും ഉടൻ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, 10 ദിവസമായി നമ്മൾ കാത്തിരിക്കുകയാണ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. അത് ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പ്രഖ്യാപനം ഉണ്ടാവാം, ചിലപ്പോൾ വൈകുകയും ചെയ്യാം. അങ്ങനെ വന്നാൽ, ആ പ്രഖ്യാപനം വന്നാൽ പിന്നെ UDFിലെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് മന്ത്രിസഭാ രൂപീകരണമാണ്. മന്ത്രിക്കുപ്പായം തയ്ച്ചിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് നമുക്ക് മുമ്പിൽ. അവരൊക്കെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരും. ഇപ്പോൾ തന്നെ ആവശ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതും ഒരു വലിയൊരു കടമ്പയല്ലേ അത്? തീർച്ചയായും മുഖ്യമന്ത്രിയെ ആര് തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രിയെ ആരാകും, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനിക്കുന്നു, എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ 8 ദിവസവും ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നത്. ഈ 8 ദിവസം കഴിയുന്നു, അപ്പോഴും ഒരു തീരുമാനമായില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് വീണ്ടും ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു പ്രതിസന്ധിയായി മാറുന്നത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ്. സമാനമായ രീതിയിലെ വെല്ലുവിളികൾ കോൺഗ്രസ് നേരിടുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം കോൺഗ്രസിൽ നിലവിൽ ഒരു 21 അല്ലെങ്കിൽ 20-21 ആ രീതിയിലായിരിക്കും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം. അത് നിലവിൽ കൂടാനുള്ളൊരു സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഘടകകക്ഷികൾക്ക്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് വീതിച്ചു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസിന് എത്രയുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാകുന്നത്. ഈ ഘടകകക്ഷികൾക്ക് നിലവിലെ കീഴ്വഴക്ക്, അതായത് അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഘടകകക്ഷികൾക്ക് ഉണ്ടായിരുന്ന അതേ രീതിയിൽ മുസ്ലിം ലീഗ് 5 മന്ത്രിമാരും ഇപ്പോൾ ക്യാബിനറ്റ് എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുന്നുണ്ട്. കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ വേണം, അല്ലെങ്കിൽ ഒരു മന്ത്രിയും ഒരു ക്യാബിനറ്റ്, 2 മന്ത്രിയും ഒരു ക്യാബിനറ്റ് പദവി എന്ന രീതിയിൽ കേരള കോൺഗ്രസും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ആദ്യം ഘടകകക്ഷികൾ, അതായത് ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടിയ പ്രഖ്യാപനം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ആരുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ യോഗം ചേരുമ്പോൾ പോലും അത്തരത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഘടകകക്ഷികളേക്ക് വിളിച്ച് തിരുവനന്തപുരത്ത് ഒരു യോഗം ചേരുക എന്നതിനപ്പുറത്തേക്ക് ഘടകകക്ഷികളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അവർ ഒരു ചർച്ച എന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ തീരുമാനിക്കുന്നത്. അവിടെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അതിൽ പരിഹാരമാവുകയാണെങ്കിൽ പിന്നെ നേരിട്ടുള്ള ഒരു യോഗത്തിന്, നേരിട്ടുള്ള കൂടിക്കാഴ്ചയോ നടത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിൽ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ തീരുമാനിച്ച രീതിയിൽ 5 മന്ത്രിമാർ എന്ന രീതിയിൽ മുസ്ലിം ലീഗ് സമ്മതിക്കുന്നു. അപ്പോൾ കേരള കോൺഗ്രസുമായിട്ട് ചർച്ച, കേരള കോൺഗ്രസുമായി ഒരുപക്ഷെ അവിടെ കുറച്ച് ചർച്ചകളൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം അവർ 2 മന്ത്രിമാർ എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. 2 മന്ത്രിമാരും ക്യാബിനറ്റ് പദവി ഒക്കെയാണ്. അവിടെ ചിലപ്പോൾ ചർച്ചകൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഘടകകക്ഷികളുടെ കാര്യത്തിൽ അവരുടെ വീതം വയ്പ് കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന്റെ ചർച്ചകളിലേക്ക് കടക്കാനാവുകയുള്ളൂ. അപ്പോൾ അത് നിലവിൽ അനന്തമായല്ല, നിലവിൽ 1-2 ദിവസം തീർച്ചയായും അത്തരം ചർച്ചകളിലേക്ക് കിടക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ UDF തീരുമാനിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് തൊട്ടു പിന്നാലെ തന്നെ ഈ ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയായി എത്രയും വേഗം സത്യപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ സത്യപ്രതിജ്ഞ ഇനി വൈകാൻ പാടില്ല. കാരണം അത്രയേറെ തന്നെ ആക്ഷേപവും ഈ പൊതുസമൂഹത്തിൽ നിന്ന് പരിഹാസവും കേട്ടുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ഇനി ബാക്കിയൊന്നും കേൾക്കാനില്ല എന്ന രീതിയിലേക്ക് മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകളും വൈകുകയാണെങ്കിലും സത്യപ്രതിജ്ഞ വൈകുകയാണെങ്കിലും അതിനപ്പുറത്തേക്ക് പാപഭാരം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും ഘടകകക്ഷികളും വേഗത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. അതായത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഘടകകക്ഷിയിൽ നിന്നുള്ള മന്ത്രിമാർ. ഘടകകക്ഷികളുടെ കാര്യത്തിൽ അവർ എത്രയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ളിൽ വലിയ ചർച്ചയോ ആ പാർട്ടികൾക്ക് വലിയ പ്രതിസന്ധിയോ ഒന്നുമില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരും ചർച്ച ചെയ്യും. അതിന് തൊട്ട് പിന്നാലെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മറ്റു മന്ത്രിമാരും, കോൺഗ്രസിലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ, ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഒരു പ്ലാൻ A എന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ, അതായത് കോൺഗ്രസിലെ മന്ത്രിമാർ, കോൺഗ്രസിൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് എത്ര മന്ത്രിമാർ കിട്ടുമെന്നുള്ളത് ഈ ഘടകകക്ഷിയുമായുള്ള വീതം വയ്പ്പിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ, മത്സരിച്ച എല്ലാ കഴിവുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും ജയിച്ചു വന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. അത് ഈ അടുത്ത കാലത്ത്, സമീപകാലത്തൊന്നും തന്നെ കോൺഗ്രസിന് ഇങ്ങനെ ഒരു ജയം, ഇങ്ങനെ മത്സരിച്ച എല്ലാ പ്രമുഖ നേതാക്കളും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒഴിവാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ തഴയപ്പെടുന്നവരെ എങ്ങനെ അനുനയിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി. സാമുദായിക പരിഗണനകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് CPM പോലെയല്ല. കോൺഗ്രസിന് അതൊക്കെ പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. അങ്ങനെ സാമുദായിക പരിഗണന, സ്ത്രീകളെ പരിഗണിക്കുക, യുവാക്കളെ പരിഗണിക്കുക, അങ്ങനെ എല്ലാ പരിഗണനകളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പലരും കഴിവുള്ളവർ, കാരണം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നത് ഉറപ്പാണ്. ഈ നേതാക്കളൊക്കെ പൂർണ്ണമായും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോഴും ഗ്രൂപ്പിന്റെ വീതം വയ്പുണ്ടാകും. സാമുദായിക മറ്റെല്ലാ
എല്ലാ ഘടകങ്ങളുടെയും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ മന്ത്രിസഭാ വീതം വയ്പ് ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് വലിയൊരു വെല്ലുവിളി തന്നെയാകും. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്ലാൻ എ എന്ന രീതിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി മറ്റ് ഘടകകക്ഷി മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, അൻഫിൽട്ട്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അൻഫിൽട്ടിനോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, എപ്പോൾ സംസാരിക്കുമ്പോഴും ആദ്യം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. ആരാകും എന്ന പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ ചോദിക്കും. ഇന്നും അത് തന്നെയാണ് ആവർത്തിച്ചത്. അത് കഴിഞ്ഞാൽ ഉടൻ ചോദിക്കുന്ന കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യമാണ്. ഇന്നും അത് ചോദിക്കാതെ വയ്യ. ഈ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായി. ഇന്നു മുതൽ സംസ്ഥാന സമിതി യോഗം ആരംഭിക്കുകയാണ്. ഒപ്പം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ കനത്ത പരാജയം, അത് വലിയ ചർച്ചയാണ് പാർട്ടിക്കുള്ളിൽ. ഇതിനിടയിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ അൻഫിൽട്ടെ? അത് മായയോട് നമ്മൾ പല ഘട്ടത്തിൽ അതിന് സൂചന നൽകുന്നത് പോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയനിലേക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും കേന്ദ്രീകരിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും അതേ രീതിയിൽ തന്നെയാണ്. പിണറായി വിജയനാണ് ഇതിലൊരു അവസാന വാക്ക് എന്ന രീതിയിൽ. അതായത് ഇതിലൊരു ഡിസിഷൻ മേക്കർ, പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിലൊരു ഡിസിഷൻ മേക്കർ പിണറായി വിജയൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള ഒരു അദ്ദേഹത്തിന് എത്രത്തോളം പാർട്ടിയിൽ ഒരു നേതൃപദവി എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, മുന്നണിയെ നയിച്ചത് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വാഭാവികമായി ഒരു പരാജയമോ വിജയമോ എന്തുണ്ടായാലും, അത് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കേണ്ടി വന്നാലും ആ നേതാവ് തന്നെയാണ് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ആകേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. കോൺഗ്രസിനെ CPM-നെ സംബന്ധിച്ച് ഈ പിണറായി അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ആരാകുമെന്നൊരു ചോദ്യം പോലും വരുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, ഏറ്റവും കനത്ത, ചരിത്രത്തില്ലാത്ത രീതിയിൽ ഒരു കനത്ത പരാജയം മുന്നണി ഏറ്റുവാങ്ങുന്നു. CPM-ന്റെ കണ്ണൂർ ഘടകം ഉൾപ്പെടെ എല്ലായിടത്തും തന്നെയും നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ കടുത്ത ആക്ഷേപം ഉയരുന്നു. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും. ഈ മുഖ്യമന്ത്രിയാകാമെന്ന രീതിയിൽ മാത്രമാണ് ഒരു എക്സംഷൻ അദ്ദേഹത്തിന് കൊടുത്തത്, പോളിറ്റ് ബ്യൂറോയിലടക്കം പ്രായപരിധിയിൽ എക്സംഷൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ പാർട്ടി അമ്പേ പരാജയം ഏറ്റുപറഞ്ഞ സാഹചര്യത്തിൽ പ്രായപരിധിയും ആരോഗ്യവും ഒക്കെ തന്നെ ചർച്ചയാവുകയാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണമോ എന്നൊരു ചോദ്യം. പാർട്ടിക്കുള്ളിൽ അതിനപ്പുറത്തേക്ക് CPM പോളിറ്റ് ബ്യൂറോയിൽ ചില അംഗങ്ങൾക്ക് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇനി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി 5 വർഷം ഏത് രീതിയിൽ ഒരു ഡിഫൻഡ് എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ, അതായത് പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയിൽ വീണ്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണമോ എന്നൊരു ചോദ്യം. ഒപ്പം ഘടകകക്ഷികളിൽ CPI-ക്കും വിമർശനവും വിയോജിപ്പുണ്ട്. പക്ഷേ അവർ പരസ്യമാക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഏറ്റവും വലിയ കക്ഷിയായ CPM-ന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയും CPM-ആണ് പൂർണ്ണമായും തീരുമാനിക്കുന്നത്. അവിടെ പിണറായി വിജയൻ തനിക്ക് താൻ മാറി നിൽക്കാം എന്നൊരു പ്രതികരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ മറ്റു ഓപ്ഷനിലേക്ക് പാർട്ടി കടക്കുകയുള്ളൂ. പക്ഷേ പോളിറ്റ് ബ്യൂറോ ചേർന്നപ്പോഴോ 2 തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോഴോ അങ്ങനെ ഒരു രീതിയിലൊരു പ്രതികരണമോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം താൻ നോ പറയാത്തിടത്തോളം കാലം ഒരു നേതാവിന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുകയില്ല. എന്നാൽ അദ്ദേഹം തുടരുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം തുടരട്ടെ എന്നും നേതാക്കൾ പറയുകയുമില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ തീരുമാനം അത് യെസ് ആയാലും നോ ആയാലും പിണറായി വിജയന്റെ മാത്രം തീരുമാനത്തിനായി നേതൃത്വം വിടുകയാണ്. പക്ഷേ ഇന്നലെ ചെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നും നാളെയും സംസ്ഥാന സമിതി ചേരുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചർച്ച തൽക്കാലം അജണ്ടയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾക്കായിരിക്കും ഈ 2 ദിവസവും സാക്ഷ്യം വഹിക്കുക. ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവ് ആര് എന്നതിൽ ഇനിയും ഒരു തീരുമാനമെടുക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കാം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുക. ഇനിയിപ്പോൾ പിണറായി വിജയൻ നോ പറയുകയാണെങ്കിൽ ബാലഗോപാലിലേക്കോ മറ്റാരിലേക്കെങ്കിലൊക്കെ പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അൻഫിൽട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.